ശൈത്യ സന്തോഷ് ബിഗ് ബോസിന് പുറത്ത് വന്നതിന് ശേഷം സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ശ്വേത മേനോന്റെ ഒരു ഷോയിൽ വന്നതിന് ശേഷം പുറത്തു വന്ന് അമ്മയും മകളുമായിട്ട് നടത്തിയ കടുത്ത വിമർശനം അതുപോലെ തന്നെയാണ് അനുമോൾക്കെതിരെയും സംസാരിക്കുന്നത്. രേണു സുധിയുടെ തലയിലെ പേനിന്റെ കാര്യം ചോദിച്ചപ്പോൾ നാട്ടിലുള്ള എല്ലാവരുടെ തലയിലും പേരാണല്ലോ, പിന്നെ ഇതിൽ വലിയ കാര്യമില്ലെന്നാണ് ശൈത്യയുടെ അമ്മയുടെ മറുപടി. അതുപോലെ തന്നെ മകൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തായത് എന്നുള്ള കാര്യം അമ്മയുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, അനുമോൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അനുമോളുമായി കൂട്ടുകൂടിയില്ലായിരുന്നെങ്കിൽ എന്റെ മകൾ ഇപ്പോഴും അവിടെ തന്നെ നിന്നേനെ. അനുമോളുടെ ഇഷ്യൂവിൽ ഇടപെടുകയും അനുമോൾക്ക് ആശ്വാസം കൊടുക്കുകയും ചെയ്തപ്പോൾ പ്രേക്ഷകർ എന്റെ മകളെ തെറ്റായി മനസ്സിലാക്കുകയും ആ തരത്തിലാണ് വോട്ട് കുറഞ്ഞ് പുറത്തായതെന്നുമാണ് ശൈത്യയുടെ അമ്മയുടെ അഭിപ്രായം. എന്താണ് അനുമോളുമായുള്ള സൗഹൃദത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. ഞാൻ വളരെ നന്നായി കളിച്ചു വരികയായിരുന്നു. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഈ 2 ആഴ്ചയാണ് ഞാൻ ഇച്ചിരിയെങ്കിലും ആക്റ്റീവ് ആയത്. അതുവരെയും ഞാൻ ഡൗൺ ആയിരുന്നു. എന്തെങ്കിലും പറയുകയും സംസാരിക്കുകയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും കളിച്ചു തുടങ്ങുകയും ചെയ്തത് ഈ കഴിഞ്ഞ 2 ആഴ്ചകളിലായിരുന്നു. ഫൈനൽ വരെയും ഞാൻ നിലനിൽക്കുമെന്നാണ് പൂർണ്ണമായും വിശ്വസിച്ചത്. അനുമോളിനോട് കമ്പനി അടിച്ചതായിരുന്നു എനിക്ക് പറ്റിയ തെറ്റ്. ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണമായിരുന്നു. അനുമോളിനെ സപ്പോർട്ട് ചെയ്തതിന് പകരം ഞാൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് 100 ദിവസം പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തൊരു അബദ്ധമെന്ന് പറയുന്നത് അനുമോളിനൊരു ഫ്രണ്ടായി കണ്ടുവന്നതാണ്. ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അനുമോൾ ഒരു പരാജയമാണെന്നും തന്നെ കട്ടപ്പ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നും ഞാൻ പോകാൻ നേരം എന്തൊക്കെ സംസാരിച്ചപ്പോൾ പോലും എന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ അനുമോൾ കൂട്ടാക്കിയില്ലെന്നും ശൈത്യ പുറകെ നിന്ന് കുത്തുന്ന പരിപാടി സാധാരണ അവൾക്ക് മുൻപേ ഉള്ളതാണ്, പാരമ്പര്യമായി കിട്ടിയതാണ്. അതുപോലെ തന്നെയാണ് തിരിച്ചിറങ്ങിയതിനു ശേഷം അനുമോൾക്കെതിരെ സംസാരിക്കുന്നു. രേണു സുധിക്കെതിരെ ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്, അതായത് പേനൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അനുമോളും അനുമോളുടെ അമ്മയും. അനുമോളുടെ അമ്മയുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മസ്താനി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ക്യാരക്ടർ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് ശൈത്യയുടെ അമ്മ തുറന്നടിച്ചു. ഈ ഒരു തുറന്നു പറച്ചില് സഹതാപത്തിന് വേണ്ടിയൊന്നുമല്ല. സത്യം എല്ലാവരും അറിയണം, എല്ലാ മനുഷ്യരും സത്യം അറിഞ്ഞേ തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ മീഡിയയുടെ മുമ്പിൽ വന്ന് തുറന്നിരുന്ന് ഈ ഒരു കാര്യങ്ങൾ പറയുന്നതെന്നും ശൈത്യയുടെ അമ്മ കൂട്ടിച്ചേർത്തു. ശൈത്യയെ ചതച്ചത് അനുമോള് തന്നെയാണ്. പൊട്ടിത്തെറിച്ച് ശൈത്യയുടെ അമ്മ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകൾ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കാൻ കാരണം എന്ന് പറയുന്നത് അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് എന്നാണ് ശൈത്യയുടെ അമ്മ പറയുന്നത്. എന്തായാലും നമ്മൾ എപ്പിസോഡ് മുഴുവൻ കണ്ടവരാണ്. കമന്റുകളിലൊക്കെ ആൾക്കാർ വന്ന് പറയുന്നത് ആദ്യം തൊട്ടുള്ള എപ്പിസോഡ് നിങ്ങൾ കുത്തിയിരുന്ന് കാണുക, ആരെയാണ് ചതിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവസാന നിമിഷം ഇറങ്ങുമ്പോൾ പോലും അനുമോൾ മാത്രമല്ലാതെ മറ്റാരും ശൈത്യയ്ക്ക് വേണ്ടി കരയുന്നില്ല, വിഷമിക്കുന്നില്ല, സങ്കടപ്പെടുന്നില്ല. അപ്പൊ ഇതൊന്നും ശൈത്യയുടെ അമ്മയും അച്ഛനും ഒന്നും കണ്ട കാര്യങ്ങളല്ലേ. ലൈവ് പോകുന്ന എപ്പിസോഡിൽ കാണിക്കുന്ന കാര്യങ്ങൾ നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്. ശൈത്യ പലയിടങ്ങളിലായിട്ട് ഒരു ഫ്രണ്ടിന് ചേരാത്ത രീതിയിൽ അനുമോളിനെ കുറിച്ച് സംസാരിച്ചു. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിനും കട്ട ചങ്കു പോലെ കൂടെ നിൽക്കണം. മോഹൻലാൽ വന്ന് ചോദിച്ചിട്ടും താൻ കണ്ട കാര്യം കണ്ടു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അനുമോള്. അപ്പൊ അങ്ങനെയുള്ള കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സുഹൃത്തിന്റെ കൂട്ടുകാരിയാവാൻ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ശൈത്യ എന്നാണ് കമന്റുകളിൽ ആൾക്കാർ പറയുന്നത്. നിങ്ങൾ എപ്പോഴാണോ അനുമോളിന്റെ കൂട്ടുവിട്ടത് അന്ന് തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കാൻ തീരുമാനിച്ചത്. 2-3 ആഴ്ചകളിൽ നിങ്ങൾ സേവ് ചെയ്ത് നിർത്തിയത് തന്നെ നിങ്ങൾ അനുമോളിന്റെ കൂട്ടുകാരി ആയതുകൊണ്ട് മാത്രമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ശൈത്യയുടെ അമ്മയുടെ തുറന്നു പറച്ചിൽ പറയുന്നത് ശൈത്യയെ അനുമോൾ ചതിച്ചതാണ്. അനുമോൾ കാരണമാണ് എൻ്റെ മകൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. രേണു സുധിക്കാണെങ്കിൽ അകത്തും പുറത്തും വയ്യ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡ്രസ്സ് വാങ്ങിയാണ് എൻ്റെ മകളെ ഞാൻ അവിടേക്ക് അയച്ചത്. പക്ഷേ എന്നിട്ടും എൻ്റെ മകൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടി വന്നു എന്നാണ് ശൈത്യയുടെ അമ്മ കൂട്ടിച്ചേർത്തത്. ശൈത്യയുടെ അച്ഛൻ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടില്ല.